ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന ഒരു പൈത്തോൺ പ്രൊജക്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളൊരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്പീച്ചിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഓഡിയോ ആയി ലഭിക്കുന്നു. സോ നമുക്കത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അത് ഓഡിയോ ആയി ലഭിക്കുന്നു, അല്ലെങ്കിൽ അത് സ്പീച്ചായി ലഭിക്കുന്നു. സോ ഇങ്ങനെ ഒരു ടെക്സ്റ്റിനെ നമുക്കൊരു സ്പീച്ചിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നൊരു പ്രൊജക്റ്റാണ് നമ്മൾ ഇന്ന് ഈ പൈത്തോൺ പ്രോഗ്രാം ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമുക്ക് വേണ്ട ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് GTTS എന്ന് പറയുന്ന ഗൂഗിൾ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന ഒരു മോഡ്യൂളാണ്. സോ നമുക്ക് ആദ്യമായി ആ മോഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ഗൂഗിൾ പോയതിന് ശേഷം GTTS പൈത്തോൺ എന്ന് സെർച്ച് ചെയ്യുക. GTTS പൈത്തോൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് pypy.org എന്ന് പറയുന്ന ആദ്യത്തെ വെബ്സൈറ്റ് ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഡ്യൂൾസിനെ കുറിച്ചുള്ള ഡോക്യുമെൻറ്റേഷനും മറ്റു കാര്യങ്ങളുമെല്ലാം ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആദ്യമായി ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. സോ അതിൽ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു PIP ഇൻസ്റ്റാൾ GTTS എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യുക. നിങ്ങൾക്ക് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ അത് കോപ്പി ആവുന്നതായിരിക്കും. കോപ്പി ചെയ്ത ശേഷം നമ്മൾ പൈച്ചാം ഓപ്പൺ ചെയ്യുക. പൈച്ചാം പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ചെറിയൊരു ഫയൽ ലഭിക്കും. സോ അതിൽ നമ്മൾ main.py എന്ന് പറയുന്ന ഫയലിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഡെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ ടെർമിനലിൽ വരുന്നു. നമ്മൾ കോപ്പി ചെയ്ത ടെക്സ്റ്റ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോഡ്യൂൾ നമ്മുടെ പൈത്തോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ നമുക്കിതുപോലെ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന ഒരു കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം ചെയ്യാം. സോ നമ്മൾ ആദ്യമായി നമുക്ക് ഈ മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ ഫ്രം GTTS എന്ന് കൊടുക്കുക. GTTS ഇമ്പോർട്ട് GTTS ഇതുപോലെ കൊടുക്കുക. TTS എന്നുള്ളത് ക്യാപിറ്റലിലാണ്, TTS എന്നുള്ളത് ക്യാപിറ്റലിലാണ്, ഇതുപോലെ കൊടുക്കുക. സോ ഇപ്പോൾ നമ്മൾ GTTS എന്ന് പറയുന്ന മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി നമുക്ക് ഇമ്പോർട്ട് OS എന്ന് പറയുന്ന മോഡ്യൂളും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. സോ നമുക്ക് ഓഡിയോ പ്ലേ ചെയ്യേണ്ടതുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് OS എന്ന് പറയുന്ന ഈ ഒരു മോഡ്യൂളും ഇമ്പോർട്ട് ചെയ്യാം. സോ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഏതൊരു ടെക്സ്റ്റിനെയാണ് നമ്മൾ സ്പീച്ചിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആ ടെക്സ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ ഞാൻ ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഐ ലവ് മൈ കൺട്രി. സോ ഈ ഒരു ടെക്സ്റ്റാണ്, ഈ ഒരു സിസ്റ്റേഴ്സ് എന്നുള്ളതിന് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, സിസ്റ്റേഴ്സ്. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റാണ് നമ്മൾ സ്പീച്ചിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഐ ലവ് മൈ കൺട്രി. സോ ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഒരു ഓഡിയോ ആയി ലഭിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഏത് ലാംഗ്വേജിലോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെന്നാണ്. സോ നമുക്ക് ലാംഗ്വേജ് അവൈലബിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് നമുക്ക് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇതിൽ നിങ്ങൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ ക്ലിക്ക് ചെയ്ത് ലാംഗ്വേജസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇംഗ്ലീഷ്, ഓസ്ട്രേലിയ, UK, അതുപോലെ ഫ്രഞ്ച്, മാൻഡറിൻ, സ്പാനിഷ്. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. സോ നമ്മൾ EN എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നു. സോ നമ്മൾ ലാംഗ്വേജ് ഈക്വൽ ടു EN എന്ന് കൊടുക്കുന്നു. EN എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷാണ്. ശേഷം നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യുന്നതിനുള്ള സ്പീച്ച് എന്ന് പറയുന്ന വേരിയബിൾ ഇതിലായിരിക്കും നമ്മുടെ ഓഡിയോ സ്റ്റോർ ചെയ്യുന്നത്. സോ സ്പീച്ച് ഈക്വൽ ടു നമ്മൾ GTTS എന്ന് പറയുന്ന മോഡ്യൂൾ ഇവിടെ കോൾ ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ 3 പാരാമീറ്റേഴ്സ് കൊടുക്കേണ്ടതുണ്ട്. സോ ആദ്യമായി നമ്മൾ കൊടുക്കേണ്ടത് ടെക്സ്റ്റ് എന്ന് പറയുന്ന പാരാമീറ്റേഴ്സാണ്. ടെക്സ്റ്റ് ഈക്വൽ ടു നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ഇന്ത്യ ഈസ് മൈ കൺട്രി നമ്മൾ സ്റ്റോർ ചെയ്ത ടെക്സ്റ്റ് കൊടുക്കുന്നു. കോമ കൊടുത്ത ശേഷം അതുപോലെ പിന്നെ വരുന്നത് ലാങ് എന്ന് പറയുന്നൊരു പാരാമീറ്ററാണ്. സോ ലാങ് ഈസ് ഈക്വൽ ടു നമ്മൾ ലാംഗ്വേജ്, അതുപോലെ കോമ കൊടുത്ത ശേഷം സ്ലോ എന്ന് പറയുന്നൊരു പാരാമീറ്റേഴ്സ്. നമ്മൾ പ്ലേ ചെയ്യുന്ന ഓഡിയോ വളരെ സ്പീഡിൽ പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ നമ്മളിത് സ്ലോ എന്നുള്ളത് ഫാൾസ് എന്ന് കൊടുക്കുന്നു. അതുപോലെ ഇപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഈ സ്പീച്ചിനെ നമുക്കൊരു ഓഡിയോ ഫയലാക്കി മാറ്റേണ്ടതുണ്ട്. സോ അതിന് നമ്മൾ speech.save എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ നമ്മുടെ ഫയൽ നെയിം കൊടുക്കുന്നു. സോ ഞാനിവിടെ audio.mp3 എന്ന് പറയുന്നത് നമ്മുടെ MP3 ഫയലായിരിക്കും. അതിൻ്റെ ഓഡിയോ ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ്. ശേഷം നമുക്ക് പ്ലേ ചെയ്യണമെങ്കിൽ, നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് OS എന്ന് പറയുന്ന മോഡ്യൂളിൽ സിസ്റ്റം എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ നമ്മൾ സേവ് ചെയ്ത ഓഡിയോ ഫയൽ ഇവിടെ കൊടുക്കുന്നു. audio
MP3. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീഫാൾട്ട് ആയിട്ടുള്ള മീഡിയ പ്ലെയറിൽ നമ്മുടെ ഈ ഒരു കൺവേർട്ട് ചെയ്ത ടെക്സ്റ്റ് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ ഞാൻ ഈ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നു. India is my country. All Indians are my brothers and sisters. I love my country. കേൾക്കാൻ സാധിക്കും. സോ ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. India is my country. All Indians are my brothers and sisters. I love my country. സോ അതുപോലെ നമുക്കിവിടെ നമ്മുടെ പ്രൊജക്റ്റ് ഫയലിൽ audio.mp3 എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. സോ നമ്മുടെ പ്രൊജക്റ്റ് ഫയൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ ഇവിടെ കാണാൻ കഴിയും, audio.mp3. സോ ഇത് പ്ലേ ചെയ്താലും നമുക്ക് അത് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. India is my country. All Indians are my brothers and sisters. I love my country. ഇനി ഉദാഹരണമായി ഞാനിവിടെ ഇതിൻ്റെ ടെക്സ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. സോ ഞാനിവിടെ ജസ്റ്റ് ഞാൻ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്ന് കൊടുക്കുന്നു. നൈസ് ടു മീറ്റ് യു. ശേഷം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് ആയിരിക്കും ഇപ്പോൾ പ്ലേ ചെയ്യുക. Welcome to Ooty. Nice to meet you. നമുക്കൊന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. Welcome to Ooty. Nice to meet you. സോ ഇത്തരത്തിൽ വളരെ ഈസിയായി ഈ GTTS എന്ന് പറയുന്ന ഈ ലൈബ്രറി ഉപയോഗിച്ച് നമുക്ക് ഒരു ടെക്സ്റ്റിനെ നമുക്കൊരു സ്പീച്ചിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ വെറും 7 ലൈൻസ് കോഡാണ് എഴുതിയിട്ടുള്ളത്. ഈ 7 ലൈൻസ് കോഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഒരു ഓഡിയോ ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്.